കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിലുള്ള ഒരു നവരത്ന കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ പ്രൊബേഷണറി എഞ്ചിനീയർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 340 ഒഴിവുകളാണുള്ളത്. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് 2025 നവംബർ 14 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഞാൻ വേക്കൻസികളുടെ ഡീറ്റെയിൽസ് പറയാം. അതിൽ പല സ്ട്രീമിലുണ്ട്. ഇലക്ട്രോണിക്സ് 175, മെക്കാനിക്കൽ 109, കമ്പ്യൂട്ടർ സയൻസ് 42, ഇലക്ട്രിക്കൽ 14, അങ്ങനെയാണ് വേക്കൻസികളുടെയാണ്. ആകെ 340 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന പ്രായം പറഞ്ഞിട്ട് ഉയർന്ന പ്രായം 25 വയസ്സാണ്. എന്നാൽ SC/STക്കാരെ കണ്ടിട്ട് 5 വർഷവും, OBC നോൺ ക്രിമിനലുകാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് BTech ബിരുദമാണ്. SC/STക്കാരായുള്ളവർക്കും ഡിസബിലിറ്റിക്കും പാസ് മാർക്ക് മതി. ബാക്കി എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് BTech ബിരുദം അതാത് ബ്രാഞ്ചിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പോസ്റ്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ, ഗസിയാബാദ്, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, മച്ചിലിപട്ടണം, പഞ്ച്കുള, കൊട്ടുവാര, നവി മുംബൈ എന്നിങ്ങനെ ജോലി വേക്കൻസി ഉള്ളത്. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ്, OBC, EWS എല്ലാം 1180 രൂപ ഫീസായിട്ട് നൽകണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം അതിൽ 35% മാർക്ക് ജനറൽ കാൻഡിഡേറ്റ്സും 30% മാർക്ക് SC/ST കാൻഡിഡേറ്റ്സും മെഡിക്കലെ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ 2 വർഷമെങ്കിലും ബെല്ലിനെ സെർവ് ചെയ്യാൻ ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് നമ്മൾ 2 ലക്ഷം രൂപ റിട്ടേൺ ചെയ്ത് തരും. കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകൾ പറയുകയാണെങ്കിൽ എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ എക്സാമിനേഷൻ സെൻറ്ററുകൾ വെബ്സൈറ്റ് www.bel-india.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് നവംബർ 14 വരെ അപേക്ഷിക്കാൻ പറ്റും. താങ്ക് യു.